8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 45ാമത്തെ പേജ്. നുറാജിഉൻ നസ്സ വ നുഅബ്ബിഉൽ ഇസ്തിമാറത ലി അസ്മാ റളിയല്ലാഹു അൻഹ. നമുക്ക് പാഠഭാഗം റിവൈസ് ചെയ്യാം, എന്നിട്ട് ഇസ്തിമാറത്ത് ബയോഡാറ്റ തയ്യാറാക്കാം. ഇസ്തിമാറത്ത് അപ്ലിക്കേഷൻ ഫോം എന്നതിനൊക്കെയാണ് പറയുക, ഇവിടെ ബയോഡാറ്റ. അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നത്. എങ്ങനെ എഴുതാം? പാഠം വായിച്ചു നോക്കിയാൽ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഒന്നാമത് അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, മുഴുവൻ പേര്. എന്താണ് മുഴുവൻ പേര്? അസ്സയ്യിദത്തു അസ്മാ ബിന്തു അബീ ബക്കർ. മക്കാനുൽ മീലാദ്, മക്ക. ആമുൽ മീലാദ്, മക്കാനുൽ മീലാദ് മീൻസ് പ്ലേസ് ഓഫ് ബർത്ത്. മീലാദ് ബർത്ത്, ജനനം. മക്കാന് സ്ഥലം, ജനന സ്ഥലം. എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ് അസ്മാ റളിയല്ലാഹു അൻഹ ജനിച്ചത്. ആമുൽ മീലാദ്, ഇയർ ഓഫ് ബർത്ത്, ജനന വർഷം. സനത 27 ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് 27ാം വർഷമാണ് ജനിച്ചത്. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര് അബൂബക്കർ അസ്സുദ്ദീഖ്. ഇസ്മുൽ ജദ്, പിതാമഹന്റെ പേര് അബൂ കുഹാഫ, അതായത് അബൂബക്കറിന്റെ പിതാവിന്റെ പേര് അബൂ കുഹാഫ എന്നാണ്. അൽ ലഖബ്, സർനെയിം, നിക്നെയിം. റാത്തുൻ നിതാഖൈൻ എന്നതാണ് ലഖബ്. ഇസ്മു സൗജ്, നെയിം ഓഫ് സ്പൗസ്, ഭർത്താവിന്റെ പേര്. സുബൈർ ഇബ്നുൽ അവ്വാം. ഇസ്മുൽ ഇബിൻ, നെയിം ഓഫ് സൺ, അബ്ദുല്ലാഹിബിന് സുബൈർ, മകന്റെ പേര് അബ്ദുല്ലാഹിബിന് സുബൈർ എന്നാണ്. ആമുൽ വഫാത്ത്, ഇയർ ഓഫ് ഡെത്ത്, മരണ വർഷം. എപ്പോഴാണ് മരിച്ചത്? സലാസത്തുൻ വസബ്ഊന മിനൽ ഹിജ്റ, ഹിജ്റ 73ാം വർഷം. മക്കാനുൽ വഫാത്ത്, പ്ലേസ് ഓഫ് ഡെത്ത്, മരണപ്പെട്ട സ്ഥലം. അൽ മദീന, മദീനയിലാണ് മരണപ്പെട്ടത്. ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അടുത്തത് നുറാജിഉൻ നസ്സ, നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. വനുഇദ്ദു മുദക്കിറതൻ അൻ ജുഹൂദി അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹയുടെ ജുഹൂദ്, പരിശ്രമങ്ങളുടെ അല്ലെങ്കിൽ കഠിനാധ്വാനങ്ങളുടെ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അലാ ലൗഇൽ മുഅശ്ശിറാത്ത് ഫിൽ മുറബ്ബഅ, ഈ ചതുരത്തിലെ സൂചനകളുടെ വെളിച്ചത്തിൽ. മുഅശ്ശിറാത്ത്, സൂചനകൾ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? തജ്ഹീസു ത്വആമി യൗമൽ ഹിജ്റ, ഹിജ്റ ദിവസം ഭക്ഷണം തയ്യാറാക്കൽ. റാത്തുൻ നിതാഖൈനി, അദ്ഹാബു ബിത്ത്വആമി ഇലാ ഗാരി സൗർ, സൗർ ഗുഹയിലേക്ക് ഭക്ഷണവും കൊണ്ട് പോകൽ. തസ്ലിയത്തു അസ്മാ റളിയല്ലാഹു അൻഹ ജദ്ദഹ, തൻ്റെ പിതാമഹനെ ആശ്വസിപ്പിച്ചത്. ഇതൊക്കെ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ജുഹൂദ്, പരിശ്രമങ്ങളുടെ ചില സൂചനകളാണ്. ഇവയൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇജ്തഹദത് അസ്മാഉ കസീറൻ ലിനുമുവിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അസ്മാ ധാരാളമായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ജഹസ ത്വആമൻ വസിഖാഅൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീബക്കർ റളിയല്ലാഹു അൻഹു യൗമൽ ഹിജ്റ, ഹിജ്റ ദിവസം അബൂബക്കറിനും പ്രവാചകനും ഭക്ഷണവും വെള്ളവും ഒക്കെ തയ്യാറാക്കി കൊടുത്തത് അസ്മയാണ്. ജഹസത്ത്, തയ്യാറാക്കി. ഷഖത്ത് നിതാഖഹ നിസ്ഫൈനി, അവർ തൻ്റെ നിതാഖ് രണ്ടായിക്കൊണ്ട് പിളർന്നു. ഫറബതസ് ബി അഹദിഹിമ അൽ കീസ, അതിലൊന്നുകൊണ്ട് കീസ്, ഭക്ഷണത്തിൻ്റെ പൊതി കെട്ടി. റബത്ത, കെട്ടി. വബിസാനി, രണ്ടാമത്തെ കഷ്ണം കൊണ്ട് അസിഖ, തോൽപാത്രവും കെട്ടി. വളഅത ഹസൻ ഫിൽ കുവ്വത്തി, അബൂബക്കറിൻ്റെ, അതായത് തൻ്റെ പിതാവിൻ്റെ പണപ്പെട്ടിയിൽ അവരെന്ത് ചെയ്തു? ഹസ, ചരൽക്കല്ല് വെച്ചു. വക്കാലത്തിൽ ജദ്ദിഹ, എന്നിട്ട് തൻ്റെ പിതാമഹനോട് പറഞ്ഞു, ഉൻലുറിയ അബത്തി, നോക്കൂ ഉപ്പ, കം തറക്കലന അബൂന മിനൽ മാലി, എത്ര ധനം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവ് ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഹാക്കഥാ സല്ലത്ത് ജദ്ദഹ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്രകാരം അവരെന്ത് ചെയ്തു? തൻ്റെ പിതാമഹനെ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. കാനത്ത് അസ്മാ തഅതി ബിത്ത്വആമി, അസ്മാ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു. സലാസലയാലിൻ, 3 രാത്രികളിലും. ഇലാ ജബലി സൗർ, സൗർമലയിലേക്ക്. അയ്യാമൽ ഹിജ്റ, ഹിജ്റ ദിവസം.
ഹിജ്റ ദിവസം പ്രവാചകനും അബൂബക്കറിനും കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ആരാണ്? സൗർ മലയിൽ തങ്ങിയ, സൗർ ഗുഹയിൽ തങ്ങിയ 3 ദിവസവും അവർക്ക് വേണ്ട ഭക്ഷണം നൽകിയത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അതും രാത്രിയിൽ സൗർ മലയിലേക്ക് നടന്ന് കയറിപ്പോയിട്ട്. ഇനി നുൻഷിദുൽ അബിയാത്ത് താലിയ, താഴെയുള്ള ബൈത്തുകൾ നമുക്ക് ചൊല്ലി നോക്കാം. വനക്തശ്ഫുൽ അഹദാസൽ മുതഅല്ലഖത ബിഹ, ആ ബൈത്തിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താം. മിനന്നസ്, നമ്മുടെ പാഠഭാഗത്ത് നിന്നും. വനക്തുബ്, അത് നോട്ട്ബുക്കിൽ എഴുതാം. ഒന്നാമത്തെ കവിത. വൽജദ്ദു യസ്അലുഹ അൻ മാലി വാലിദിഹ ഫദാഫഅത് അൻഹു ബിൽ അഹ്ജാരി ഇദ് ദഫഅത്. തന്റെ പിതാവിന്റെ പണത്തെ പറ്റി ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ചരൽക്കല്ല് പണപ്പെട്ടിയിൽ വെച്ചുകൊണ്ട് പിതാമഹനെ ആശ്വസിപ്പിച്ചു, ധനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സംഭവം ഓർമ്മയുണ്ടല്ലോ? ആ സംഭവം എഴുതുക, ഇന്നതാണ് എന്ന്. രണ്ടാമത്തെ കവിത. ഖദ് ഹാജറ മഅഹു സിദ്ദീഖ് വല്ലാഹു വലിയുൻ വറഫീഖു വൽഹഖു സബീലും വതരീഖു വഅതമല്ലാഹു ബിഹി അംറഹു. പ്രവാചകന്റെ കൂടെ സിദ്ദീഖ് യാത്ര പോയി, ഹിജ്റ പോയി. അവർക്ക് വലിയായിക്കൊണ്ട് അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ആ ഹിജ്റയിൽ കൂടെ അള്ളാഹു തന്റെ ദൗത്യം നിർവഹിച്ചു. ഈ സംഭവം പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇനി യഖൂലു ഫിൽ ഗാരി ലാ തഹ്സൻ ലി സ്വാഹിബിഹി ഫഹസ്ബുനല്ലാഹു മാ അസ്മാ മആനിഹ. ഗുഹയിൽ വെച്ച് പ്രവാചകൻ തന്റെ കൂട്ടുകാരനോട് നമുക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ ആ സന്ദർഭം. നുഅദ്ദു ലിസ്സഫരിൽ ആതി അലാ അജലിൻ വമിൻ നിതാഖിൻ ലഹാ ഫിൽ ഹാലി ഖദ് ഖുതിഅത്. തന്റെ നിതാഖ് രണ്ടായി പിളർന്ന സംഭവമാണ് ഇത് പറയുന്നത്. പ്രവാചകനും അബൂബക്കറും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ അസ്മ എന്ത് ചെയ്തു? തന്റെ നിതാഖ് രണ്ടായിട്ട് മുറിച്ചു. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്നും എടുത്തുകൊണ്ട് ചുരുക്കി എഴുതുക. 1-2 വരിയിൽ എഴുതിയാൽ മതി. ഇനി മസ്മു വാലിദി അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മയുടെ പിതാവിന്റെ പേരെന്താണ്? ഇസ്മു വാലിദ്, പിതാവിന്റെ പേര് എന്താണ്? എന്താണ് പിതാവിന്റെ പേര്? അബൂബക്കറിൻ അസ്സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് എന്നാണ് പേര്. ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു ഫിൽ ഗാരി, നബിയും നബിയുടെ കൂട്ടുകാരനായ അബൂബക്കറും ഗുഹയിൽ കഴിഞ്ഞു. ലബിസ താമസിച്ചു. ഡേഷ് അയ്യാമിൻ, എത്ര ദിവസമാണ്? സലാസ സാലിസ, എല്ലാം 3മായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ ഇവിടെ ശരി സലാസത്ത എന്നതാണ്, ജീം. ബാക്കിയെല്ലാം തെറ്റാണ്. അതായത് ഇവിടെ സലാസത്ത എന്നാണ് പറയേണ്ടത്. അതെന്തുകൊണ്ടാണ് എന്ന് അതതിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത പാഠം ജായിസത്ത് നോബൽ എന്നതാണ്. ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.